ഇന്ന് ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഭക്ഷണം കഴിച്ചാൽ ഹംദ് അർപ്പിക്കണം, അതെങ്ങനെയാവണം അതും വിശദീകരിച്ചു. ഇനി പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുക എന്നത് അത് മനുഷ്യൻ്റെ ശരീരത്തിന് വലിയ ദോഷമായിരിക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പ് സഹിച്ച് നമ്മൾ ശീലിക്കണം. ഇടക്കൊക്കെ വിശപ്പ് സഹിക്കണം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ഖുറൈശ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂ'. വിശപ്പിന് വയറ് നിറച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്, ആ വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം അവർക്ക് നൽകി എന്നാണ് പറഞ്ഞത്. അത്അമ എന്നാൽ വിശപ്പടക്കി എന്നാണ് അർത്ഥം. അവിടെ അഷ്ബ എന്ന് പറഞ്ഞില്ല, വയറ് നിറച്ചു എന്ന് പറഞ്ഞില്ല. അപ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അതുപോലെ പ്രാധാന്യമുണ്ട് വിശപ്പ് സഹിക്കുന്നതിനും. എപ്പോഴും വയറ് നിറച്ച് നടക്കുന്നത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും. അധിക രോഗത്തിൻ്റെയും കാരണം ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ വരുത്തുന്ന മാറ്റം കൊണ്ടാണ്. സത്യത്തിൽ വിശപ്പ് സഹിക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്. പലപ്പോഴും പല രോഗങ്ങളുമുണ്ടായി ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ നമ്മളോട് നിർദ്ദേശിക്കാറ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രിക്കാനാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു ഫലായിലും തീർച്ചയായും നമ്മളൊക്കെ ഉൾക്കൊള്ളണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ചില ഹദീസ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം, ശ്രദ്ധിക്കണം. ചിലപ്പോൾ മക്കളുടെ കാര്യത്തിലൊക്കെ വല്ലാത്ത വാശി പിടിച്ച് കഷ്ടപ്പെട്ടവരെ തീറ്റിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. തീറ്റിപ്പിക്കണം, അതവരുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പക്ഷെ എപ്പോഴും കുട്ടി വയറ് നിറഞ്ഞിരിക്കണം എന്ന ഒരു നിർബന്ധം വേണ്ട. ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു നിർബന്ധം വേണ്ട. സ്വന്തം തടിയുടെ കാര്യത്തിൽ എപ്പോഴും വയറ് നിറഞ്ഞിരിക്കണം, അങ്ങനെ ഒരു നിർബന്ധം വേണ്ട. നിങ്ങൾ വിശപ്പ് സഹിച്ച് നിങ്ങളുടെ ശരീരത്തോട് ജിഹാദ് നടത്തൂ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്ക്, ഹദീസ് പറയാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ജാഹിദു അൻഫുസകും ബിൽ ജൂ'. സഹോദരാ ശ്രദ്ധിക്ക്, സഹോദരി ശ്രദ്ധിക്ക്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, മനസ്സിലെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ തടിയെ പിടിച്ചോർത്ത് കിട്ടണില്ല. നേരത്തെ നീക്കണം, ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നാലിന്ന ദിക്റുകൾ ചൊല്ലണം, ഇന്നാലിന്ന റൂട്ടിലേ പോകാവൂ, ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ തടിയെ പിടിച്ചിട്ട് കിട്ടണില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരികയാ, ജാഹിദൂ അൻഫുസകും ബിൽ ജൂ'. വിശപ്പ് സഹിച്ച് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ജിഹാദ് നടത്തണം. വൽഅതുശി, ദാഹവും സഹിക്കണം. എന്നിട്ട് പറയുന്നുണ്ട് മുഅ്മിനേ, ഫഇന്നൽ അജ്റ ഫീ ദാലിക. നിന്റെ ശരീരത്തിന് നിയന്ത്രണം കിട്ടണം, ശരീരത്തിന് ആരോഗ്യമുണ്ടാകണം. ശരീരം ഭാരം കൂടി മടുപ്പുള്ളതായി മാറുന്ന അവസ്ഥയുണ്ടാകരുത്. ആ നിയ്യത്തോടുകൂടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണമുണ്ടാക്കി നീ വിശപ്പ് സഹിച്ചാൽ അതിന് അല്ലാഹു നിനക്ക് നൽകുന്ന പ്രതിഫലം കഅജ്റിൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തതിനുള്ള കൂലിയാണ്. വിശപ്പ് കൊണ്ട് ശരീരത്തോട് ജിഹാദ് നടത്തിയാൽ അല്ലാഹു നൽകുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും വിശപ്പ് സഹിക്കണം എന്നല്ല പറയുന്നത്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് നന്നായി നമ്മളൊന്ന് അറിയണം, എന്നാലേ ശരിക്ക് ബോധം പോലും ഉണ്ടാകുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് സഹിക്കുന്നവർക്ക് 10ഓളം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇമാം ഗസാലി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ വിശപ്പ് സഹിച്ചാൽ നിന്റെ തടിക്ക് രോഗം വരരുത്, തടിക്ക് ആഫിയത്ത് വേണം, ഇബാദത്തിനോട് താല്പര്യം ഉണ്ടാവണം. അല്ലാതെ വന്നാൽ എപ്പോഴും ഉറക്കും അസ്വസ്ഥതയും ശരീരത്തിൻ്റെ ഭാരമൊക്കെ കൂടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യുകയാ. ആ നിലയിൽ വിശപ്പ് സഹിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിനുള്ള കൂലിയ അള്ളാഹു നൽകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വൈന്നഹു ലൈസ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ജൂഇൻ വൽ അതുഷ്. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ഈ നീയത്തോടെ ഒരാൾ വിശപ്പ് സഹിച്ചാൽ, ദാഹം സഹിച്ചാൽ അതിനേക്കാൾ അഫ്ളലായൊരു അമലുമില്ല. വഇന്നഹു ലൈസ മിൻ അമലിൻ, ഒരു അമലുമില്ല അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ മിൻ ജൂഇൻ വഅതുഷിൻ. ഈ നിയ്യത്തോടുകൂടെ വിശപ്പ് സഹിച്ചു, ദാഹം സഹിച്ചു, അത്ര ശ്രേഷ്ഠമായൊരു അമൽ മറ്റൊന്നുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, സയ്യിദുൽ അഅമാലി അൽ ജൂ, അമലിന്റെ നേതാവ് വിശപ്പ് സഹിക്കലാണ്. വൽ ഫിക്റു, ഇലാഹായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും നിസ്ഫുൽ ഇബാദ, അതാണ് മൊത്തത്തിൽ ഇബാദത്തിന്റെ പകുതി. വഖില്ലത്തു ത്വആമി ഹിയൽ ഇബാദ, എന്നാൽ ഭക്ഷണത്തെ കുറക്കലാണ്, അതിനെ ചുരുക്കലാണ്, അതു തന്നെയാണ് ഇബാദ. ഹിയൽ ഇബാദ, അതു തന്നെയാണ് ഇബാദത്തെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഒന്ന് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതന്നെ ഇബാദത്ത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിന് ഏറ്റവും നല്ലതാ. ഹബീബ് പറയുന്നുണ്ട്, അഫ്ളലുക്കും ഇൻദല്ലാഹി മൻസില, അഫ്ളലുക്കും ഇൻദല്ലാഹി മൻസില, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കലെ ഏറ്റവും ഫളിലുള്ളവർ യൗമൽ ഖിയാമ, ഖിയാമനാളിൽ അത്വലക്കും ജൂആ, കൂടുതൽ വിശപ്പ് സഹിച്ചവരാണ്. എന്നും പട്ടിണി കിടക്കണം, നീക്കാൻ കഴിയാത്ത കോലത്തിലാവണം എന്നല്ല ഈ പറയണത്. മുത്തറസൂൽ പറഞ്ഞത് ഭക്ഷണം വയറ്റിന്റെ മൂന്നിലൊന്നാണ്. ഭക്ഷണം വയറ്റിന്റെ മൂന്നിലൊന്ന്. ചില ഘട്ടത്തിൽ നന്നായി കഴിക്കാം, അതിനനുസരിച്ച് ശുക്ർ ചെയ്യണം. പക്ഷെ നമ്മൾ ഇബാദത്തിന് ഒരു മടിയും മടുപ്പും വന്ന് ശരീരാകെ ഭാരം കൂടി അസ്വസ്ഥമാകുന്ന നിലയിലുള്ള ഭക്ഷണ രീതി അത് അവസാനിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചില ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ശരീരം അങ്ങനെ വീർത്ത് വീർത്ത് ഇടങ്ങാറായി വരും കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടാകും. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, നീ അങ്ങനത്തെ രോഗങ്ങളെ തൊട്ടൊക്കെ കാക്കണമേ റബ്ബേ. ശരീരത്തിന് ഭാരം വന്ന് നിന്ന് നിസ്കരിക്കാൻ കഴിയാതിരിക്കുക, നടക്കാൻ കഴിയാതിരിക്കുക, എപ്പോഴും ക്ഷീണവും കുഴക്കും അസ്വസ്ഥതയും, ഇതിനെ തൊട്ടൊക്കെ റബ്ബേ ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണമേ റബ്ബേ. അപ്പൊ ഹബീബ് പറയാൻ, അഫ്ളലുക്കും ഇൻദല്ലാഹി മൻസില, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവർ ഖിയാമനാളിൽ അത്വലുക്കും ജൂആ, കൂടുതൽ വിശപ്പ് സഹിച്ചവരായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ ബോധം ഉണ്ടാവും. വതഫക്കുറൻ ഫില്ലാഹി അസ്സ വജല്ല, കൂടുതലായി അള്ളാനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഇലാഹായ റബ്ബിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് ഇലാഹായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടാക്കുക. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ മനുഷ്യന്റെ ബുദ്ധി വർദ്ധിക്കും, മനുഷ്യന് നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാകും. മൻ അജാഅ ബത്നഹു അളുമത് ഫിക്റതുഹു, ഒരാൾ വിശപ്പ് കൂടുതൽ സഹിച്ചാൽ തൻ്റെ വയറിന് നിറച്ചില്ല, വിശപ്പ് സഹിച്ചാൽ അളുമത് ഫിക്റതുഹു, അവന്റെ ഫിക്റത്ത്, അവന്റെ ചിന്ത കൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഫത്തിന ഖൽബുഹു, അവന്റെ ബുദ്ധി നല്ല ശക്തിയുള്ള കൂർമ്മശക്തിയുള്ള ബുദ്ധിയായി അവൻ മാറും. അങ്ങനെയൊക്കെയാണ്. ചില ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കും, എന്നിട്ട് വേഗം അല്ലല്ല പടച്ചോനെ എന്ന് പറഞ്ഞ് കിടക്കും. എന്നുതണ്ട് ശീലാക്കിയാൽ കഴിഞ്ഞു കഥ. വലിയ നഷ്ടതോണ്ടുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബ് പറയുന്നുണ്ട്, മൻ ശബിയ വനാമാ ഖസാ ഖൽബുഹു, മുഅ്മിനെ ശ്രദ്ധിക്കണം. മൻ ശബിയ, ഒരാൾ നന്നായി വയറ് നിറച്ചു, വനാമ, എന്നിട്ടോ കിടന്നുറങ്ങി, എന്നാൽ ഖസാ ഖൽബുഹു, അവന്റെ ഹൃദയത്തിന് മരവിപ്പ് ബാധിക്കും.
ഹൃദയത്തിന് വല്ലാത്ത കാഠിന്യമുണ്ടാകും. സുമ്മഖാല, എന്നിട്ട് ഹബീബ് പറഞ്ഞതാണ്, ലികുല്ലി ഷൈഇൻ സകാത്തുൻ വസകാത്തുൽ ബദനി അൽ ജൂ. എല്ലാത്തിനും അതിൻ്റെതായ സകാത്തുണ്ട്. അതിനെ ശുദ്ധിയാക്കുന്ന ഒരു ഘടകമുണ്ട്. നമ്മളെ സമ്പത്തിനെ ശുദ്ധിയാക്കുന്ന ഒരു ഘടകമാണ് നമ്മളെ സക്കാത്ത്. സമ്പത്തിൽ നിന്ന് ഒരു കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട വിധത്തിലുള്ള സമ്പത്താണെങ്കിൽ അതിൻ്റെ 40 സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സമ്പത്ത് ശുദ്ധിയാകും. അങ്ങനെ ഓരോന്നിനും അതിനെ ശുദ്ധിയാക്കുന്നൊരു ഘടകമുണ്ട്. എന്നാൽ വസകാത്തുൽ ബദനി, ശരീരത്തിൻ്റെ സക്കാത്ത്, അൽ ജൂ, അത് വിശപ്പ് സഹിക്കലാണ്. അതാണ് ശരീരത്തെ ശുദ്ധിയാക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വിശപ്പ് സഹിക്കണം. എപ്പോൾ, എങ്ങനെ? എപ്പോഴും വിശപ്പ് സഹിച്ചാൽ പിന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് പിന്നെ ഒരുപാട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതെപ്പോൾ, എങ്ങനെ, ഏത് നിലക്കാവണം, എന്തൊക്കെ കഴിക്കണം, എന്തെല്ലാം ഒന്നിച്ച് കഴിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഭക്ഷണക്രമം ക്ലിയർ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരും. നമ്മളായിരിക്കും അതിന് ഉത്തരവാദിയും. അപ്പം ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പഠിക്കണ്ടേ? അത് നമ്മളൊന്ന് അറിയണ്ടേ? ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാ? ഈ ഒരു പരിപാടി കേൾക്കുന്ന, ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാ? ഭക്ഷണം ഉണ്ടാക്കാനാണ്. അള്ളാഹു അതൊക്കെ ഇബാദത്തിൽ പെടുത്തട്ടെ. അതിന് വലിയ കൂലിയ. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, സ്വന്തം ആവശ്യത്തിന് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ, സ്വന്തം ഉമ്മാക്ക് ഉപ്പാക്ക്, ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക്, ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന് അള്ളാഹു നൽകുന്ന കൂലി ആ ഭക്ഷണം ദാനം ചെയ്ത കൂലിയാണ്. അതിന് വലിയ കൂലിയുണ്ട്. അതൊക്കെ വലിയ ഇബാദത്താണ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമയം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കാറുണ്ട്. ആണുങ്ങൾ അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ്. അവനാന്റെ ഭാര്യയും മക്കളും പട്ടിണിയാവരുത്. ചിലർക്ക് ചെലവ് കൊടുക്കുക എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അപ്പൊ അവര് പട്ടിണിയാവാൻ പാടില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണം വീട്ടിലേക്ക് നേരത്തിന് പാകം ചെയ്യാൻ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിനല്ലേ ആണുങ്ങൾ കഷ്ടപ്പെടുന്നത്? അപ്പൊ ചുരുക്കത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ ഒരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയല്ലേ സഹോദര, അല്ലേ സഹോദരി? അപ്പോൾ അതൊന്ന് വിശദമായി അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ദിവസങ്ങളോളം ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ, അള്ളാഹു നല്ല ആഫിയത്തുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഭക്ഷണം കഴിക്കലാണ് ഖൈറെങ്കിൽ കഴിക്കാനും, ഒഴിവാക്കലാണ് ഖൈറെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചില ഭക്ഷണം കഴിക്കലായിരിക്കും ഖൈർ, ചില സമയത്ത് നന്നായി കഴിക്കലായിരിക്കും ഖൈർ, ചില ഭക്ഷണം ഒഴിവാക്കലായിരിക്കും ഖൈർ. ഏതാണോ ഖൈർ അത് തിരഞ്ഞെടുക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കാരുണ്യവാനായ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. വരും ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കും.